ഹലോ നമസ്കാരം ഗൈസ്, ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓച്ചിറയിൽ പോകാനുള്ള തിരക്കിലായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ കുഞ്ഞുമ്മയുടെ മോളും രണ്ട് കുഞ്ഞുമ്മയുടെ മക്കളും എല്ലാവരുമായിട്ട് പുറത്ത് പോവുകയായിരുന്നു. അമ്മയും എല്ലാവരും ഉണ്ട്. അവരെ ഓട്ടോയിലായിരുന്നു മുന്നേ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിനുശേഷം വണ്ടിയിൽ പതുക്കെ പോവായിരുന്നു. അതിനിടയ്ക്കുള്ള വീഡിയോകൾ ഇറങ്ങിയപ്പോൾ ഉള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുന്ന വഴി നമ്മുടെ വീടിനടുത്തു നിന്ന് തന്നെ കാള ഉണ്ടായിരുന്നു. ആ കാഴ്ചകളൊക്കെ കണ്ട് 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 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ കാളയും കണ്ടതിന് ശേഷം വണ്ടി സൈഡിൽ മുക്കടയിൽ ഒതുക്കി വെച്ചതിന് ശേഷം പെയ്യെ നടന്നു. കാരണം വെച്ചാൽ തിരക്കായതുകൊണ്ട് എല്ലാവരും അമ്മയും കുഞ്ഞമ്മമാരും കൊച്ചനും എല്ലാവരും ഉണ്ടായിരുന്നു. ഓരോ കാളയെ കണ്ടതിന് ശേഷം പതുക്കെ 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 പോവാൻ. അത് കതിരവനാണ് നമ്മുടെ പിന്നെ മമ്പറക്കന്നയിലെ. ഞങ്ങൾ ഭയങ്കര നല്ല തിരക്കുണ്ടായിരുന്നു. പിള്ളേരെ കൊണ്ട് പോകാൻ നേരത്ത് നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കാളയെ കണ്ടതിന് ശേഷം രാത്രിയായി. നമ്മുടെ കാളഭൈരവ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുപാട് തിരക്കായതുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇനി തിരിച്ചു പോരുന്നായിരുന്നു. നമ്മള് പിറ്റേ ദിവസം അല്ല, ഞായറാഴ്ച വൈകുന്നേരം രാത്രിയിൽ പോയിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. കാരണം വെച്ചാൽ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ലെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. പക്ഷെ അന്നത്തേനെക്കാട്ടി 3 ദിവസത്തിന് ശേഷം അതിൽ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും ചേട്ടനും മാത്രമേ പോയുള്ളൂ. കാരണം വെച്ചാൽ പിള്ളേരെ കൊണ്ടുപോയില്ല. ഞങ്ങൾ അവിടെ എല്ലാം കാഴ്ചകളൊക്കെ കണ്ടു. അന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റിയില്ല, തിരക്കായതുകൊണ്ട്. ഞങ്ങൾ ചേട്ടൻ ഫ്രണ്ട് നടക്കുക, വീഡിയോ ഒക്കെ എടുത്തിട്ട് കാളയുടെ ഒത്തിരി ഒത്തിരി എന്ന് വെച്ചാൽ അപ്പം നമുക്ക് കാണാൻ പറ്റിയിരുന്നില്ലേ. ഈ കടയും കാര്യങ്ങളൊക്കെ തിരക്കായതുകൊണ്ട് ഒരുപാട് തിരക്ക് അറിയാലോ എല്ലാവർക്കും. നല്ല രീതിയിൽ തിരക്കായിരിക്കുമെന്ന്. ഞങ്ങൾ അമ്പലത്തിന്റെ ഫ്രണ്ടില് കയറിയതിന് ശേഷം എല്ലായിടം പോയി തൊഴുതതിന് ശേഷം കറങ്ങി ഞാൻ വിചാരിച്ചെന്നാ 2-3 കമ്മലൊക്കെ വാങ്ങാന്ന് വിചാരിച്ചിട്ട് കയറിയതായിരുന്നു. അവിടെ എല്ലാം നിന്ന് 2-3 കമ്മലൊക്കെ വാങ്ങി. വേണ്ടാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു വാങ്ങിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് കുറെ ഫാൻസി ഐറ്റംസ് എല്ലാം വാങ്ങാൻ വേണ്ടിട്ട് കയറി. പിന്നെയും തിരിച്ച് റൗണ്ട് അടിച്ച് ഞങ്ങൾ കാളയെല്ലാം കണ്ടതിന് ശേഷം 4 വശത്തുള്ള കറങ്ങി തിരിഞ്ഞു വരുന്ന അടുത്തെല്ലാം ഒത്തിരി കാളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ കണ്ട് നടന്ന് ഓരോ കടകളിലും എല്ലാം കയറി. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ കണ്ട് കണ്ട് പതുക്കെ നടക്കുമായിരുന്നു. കാരണം വെച്ചാൽ ഗൗരി കുഞ്ഞിനില്ലാത്ത മിസ് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാല് അവരുണ്ടായിരുന്ന ഈ ഇതിനെല്ലാം കിടന്ന് ബഹളം ഉണ്ടാക്കിയേനെ. അത് വേണം ഇത് വേണം. ലാസ്റ്റ് ഞങ്ങള് കുറെ കാളയൊക്കെ കണ്ടതിന് ശേഷം എന്നോട് ചേട്ടൻ പറഞ്ഞ അടുത്തു പോയി നിന്ന് കാണണമെങ്കിൽ കണ്ടിട്ട് വരാനെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് തിരിച്ചു വന്ന് പിന്നെയും കുറെ കാളയൊക്കെ കണ്ട് എല്ലായിടും എന്ന് വെച്ചാൽ നമ്മുടെ ആ ഏരിയ ഫുള്ളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ബജ്ജി വേണം, നമുക്ക് മസ്റ്റായിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് യാത്രയാവുകയാണ് തിരിച്ച്. അപ്പൊ ഇനി 1 വർഷത്തെ കാത്തിരിപ്പാണ് ഇനി നമുക്ക് അടുത്തത്